കൊടും കുറ്റവാളിയായ ഗോവിന്ദച്ചാമി പോലും ഡയറ്റ് ശ്രദ്ധിച്ച് ഒരുപാട് വെയിറ്റ് കുറച്ചു, മെലിഞ്ഞു. അയാളുടെ അത്രയും വിൽ പവർ പോലും ഇച്ഛാശക്തി പോലും നമ്മളിലെ സാധാരണക്കാർക്കില്ല എന്ന് തോന്നുമ്പോൾ ലജ്ജ തോന്നുന്നു, അല്ലേ? അതിന് നമ്മൾക്ക് വിഘാതം സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ വിശപ്പ് തന്നെയാണ്. നമ്മൾ 3-4 നേരം നമ്മുടെ ശരീരത്തെ ഇങ്ങനെ ഫീഡ് ചെയ്യിപ്പിച്ച് തീറ്റിച്ച് അതിനെ അങ്ങനെ ഒരു ശീലമാക്കി വെച്ചിരിക്കുകയാണ്. ഇതിന് ഈ വിശപ്പ് മാറാൻ, വിശപ്പില്ലാണ്ടാകാനായിട്ടുള്ള പുതിയ തരത്തിലുള്ള മരുന്നുകളുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, എലോൺ മസ്കൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് പറഞ്ഞിട്ടുള്ള മോൺജാരോ അല്ലെങ്കിൽ ടിർസപാറ്റൈഡ് എന്ന് പറയുന്ന മോളിക്യൂൾ നെയിമിൽ അറിയപ്പെടുന്ന ഒരു മരുന്ന്, അതുപോലെ ഓസംബിക് എന്ന് പറയുന്ന മരുന്ന്. ഇതൊക്കെ നമ്മുടെ ഭക്ഷണം കഴിക്കാനുള്ള ആ ത്വരയെ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം നമ്മൾ ഡയറ്റും എക്സസൈസും കൂടി നോക്കിയെന്നാൽ, കഴിയുമെങ്കിൽ 0 കാലറി ഡയറ്റിലോട്ട് കുറച്ച് ദിവസങ്ങളെങ്കിലും മാറിയെന്നാൽ എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഭാരം, വെയിറ്റ് ഉണ്ടാക്കുന്ന ഫാറ്റ് കണ്ടൻറ്റ് ഒന്ന് ഉരുകാൻ തുടങ്ങത്തുള്ളൂ. ഈ ഫാറ്റ് ബേൺ ചെയ്യുന്ന തരത്തിലുള്ള പുതിയ തരത്തിലുള്ള മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. നമുക്ക് അത് കഴിച്ച് 2 ഗ്ലാസ് വെള്ളം കൂടെ കുടിച്ചു കഴിഞ്ഞാൽ ഒട്ടുമേ വിശപ്പ് തോന്നാത്ത രീതിയിൽ അതിൻ്റെ മെക്കാനിക്കൽ ആയിട്ടുള്ള ആ ഒരു വിശപ്പുണ്ടാക്കുന്ന മെക്കാനിക്സ് അതിനെ ഓൾട്ടർ ചെയ്യുകയും അങ്ങനെ നമുക്ക് ഭക്ഷണം കഴിക്കാതെ തന്നെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ളായിട്ട് തോന്നും. ഇത് എൻ്റെ ഒത്തിരിയധികം പേഷ്യൻസ് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കണ്ടിട്ടുള്ളതാണ്. ഞാൻ 5 കിലോ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഉപയോഗിച്ചതാണ്. വളരെ എഫക്റ്റീവാണ്. നിങ്ങളുടെ ഡോക്ടറോട് ഇതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുക. മോൺജാരോ, MOUNJARO എന്ന മരുന്ന്, ടിർസപാറ്റൈഡ് എന്ന് പറയുന്ന മരുന്ന്, ഇതുപോലെ നമുക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള ബേൺ ഫാറ്റ് പോലുള്ള ആൽഫ സൈക്ലോഡെക്സ്ട്രിൻ എന്ന മോളിക്യൂൾ നെയിമിൽ അടങ്ങിയിരിക്കുന്ന മരുന്ന്. നമുക്ക് വെയിറ്റ് കുറയ്ക്കേണ്ടത് നമ്മൾ ജയിലിൽ ചാടാനൊന്നുമല്ല, നമ്മുടെ ഈ വണ്ണം കൊണ്ടുണ്ടാകുന്ന പല അസുഖങ്ങളുടെയും പാരതന്ത്ര്യത്തിൽ നിന്ന് നമുക്ക് അവരുടെ അഴികളൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി പുറത്തിറങ്ങാൻ വേണ്ടിയാണ്. അതൊരിക്കലും നമ്മൾ പുറത്തിറങ്ങുമ്പോഴായിരിക്കും നമുക്കൊരു റിലീഫ് ഉണ്ടാകുന്നത്. ഈ പാരതന്ത്ര്യത്തിൽ നിന്ന് ഒഴിവാകാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഡയറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഇച്ഛാശക്തിയോടെ ചെയ്തേ പറ്റൂ. അതേപോലെ എക്സസൈസ് ആണെങ്കിലും ചെറിയ എക്സസൈസിൽ കൂടുതൽ തവണത്തേക്ക് ചെയ്യാനായിട്ട് നോക്കുക. അതുവഴി നമുക്ക് കൂടുതൽ എനർജി ബേൺ ചെയ്യാനായിട്ട് പറ്റും. വലിയ ജിമ്മിൽ പോയി 1 മണിക്കൂറൊന്നും കഷ്ടപ്പെടാൻ പറ്റില്ലെങ്കിലും നമുക്ക് ചുമ്മാ നടന്നുകൊണ്ട് സംസാരിക്കാം, നടന്നുകൊണ്ട് ഫോൺ ചെയ്യാം, അല്ലെങ്കിൽ നടന്നുകൊണ്ട് പ്രാർത്ഥിക്കാം, കൊന്ത ചൊല്ലാം. ഇതുപോലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ട് ചെയ്യുകയും അതുവഴി നമുക്ക് കൂടുതൽ എനർജി ബേൺ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കാം. എല്ലാവർക്കും നല്ല ശാരീരിക മാനസിക ആരോഗ്യം ആശംസിക്കുന്നു.